സ്ഥലമാണ് വില്ലിംഗ്ടൺ ഐലൻഡ്. ഇനി ഈ കാണുന്ന ചെറിയ 2 ബോട്ടുകൾ കാണാം നമുക്ക്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള, അതിനെ ഇടിച്ചുകൊണ്ട് നിൽക്കുന്ന 2 ബോട്ടുകൾ. അതാണ് ടഗ് ബോട്ട് അല്ലെങ്കിൽ ടഗ് വെസൽ. എന്താണ് അതിന്റെ ജോലി? വലിയ പടുകൂറ്റൻ കപ്പലുകളൊക്കെ വിദേശ രാജ്യം എന്ന് വന്നാൽ ഇന്ത്യൻ ബോർഡറിലേക്ക് കയറി കഴിഞ്ഞാൽ സീമൗത്തിലെത്തിയാൽ കായലിലേക്ക് കയറുവാനും സ്വയമേ വളക്കാനും കൃത്യമായിട്ട് തീരത്തോട് അടുപ്പിക്കാനും ബുദ്ധിമുട്ടുന്ന സമയത്ത് 4 ടഗ് ബോട്ട് എന്നാണ് അതിനെ കെട്ടിവലിച്ച് നേർദിശയിലാക്കി സീമൗത്ത് വരെ ആക്കി കൊടുക്കുന്നത്. അങ്ങനെ ആക്കി കൊടുക്കുന്നതിന് അതിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ 1 അവറിൽ 1 lakh rupees ആണ്. എന്താണ് അതിന്റെ പവർ? 5000 ഹോഴ്സ് പവർ ആണ്, 5000 കുതിരശക്തി. എങ്ങനെ നമ്മളൊന്ന് മെഷ് ചെയ്യും? ഒരു വലിയ പടുകൂറ്റൻ കപ്പലിനെ വലിച്ച് മറച്ചിടാൻ കേപ്പബിൾ ആയിട്ടുള്ള ശക്തി ഉള്ളതാണ് ടഗ് ബോട്ടും അല്ലെങ്കിൽ ടഗ് വെസൽ എന്നുള്ളത്. ലോകരാജ്യത്ത് എവിടെയും സീമൗത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഏത് കപ്പലിനായാലും ടഗ് ബോട്ടിന്റെ സഹായമില്ലാതെ ഒന്ന് ചലിക്കുവാനോ നേർദിശയിലേക്ക് കൊണ്ടുപോകാനോ പറ്റില്ല. അതുകൊണ്ടാണ് ആ 2 ബോട്ടുകൾ അതിനെ കെട്ടിവലിക്കുന്നതൊക്കെ നമുക്കൊരു പ്രാക്ടിക്കലും കൂടെ നമുക്ക് കാണാൻ പറ്റും. അത്രയും പവറുള്ള ഒരു ടഗ് ബോട്ടാണ്. 4 ടഗ് ബോട്ടാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. വേണാട്, വല്ലാർപാടം അങ്ങനെ പറയുന്ന ഒരു 2 പിന്നെ അപ്പുറത്ത് കിടക്കുന്ന 2. ഈ ടഗ് ബോട്ടാണ് ഇതിന്റെ പവർ എന്ന് പറയുന്നത്. ഒരു വലിയ ആഡംബര കപ്പലിനെ വലിച്ച് മറിച്ചിടാൻ കേപ്പബിൾ ആയിട്ടുള്ളതാണ് ടഗ് ബോട്ടിന്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ ഈ കാണുന്ന കപ്പൽ കിടക്കുന്ന സ്ഥലമാണ് കൊച്ചിൻ നാഷണൽ ക്രൂയിസ് ടെർമിനൽ എന്ന്. നമ്മൾ പാസ്പോർട്ട് എടുത്ത് NOC എടുത്ത് നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നതെങ്കിലും വിദേശ രാജ്യം അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും നമ്മുടെ പെർമിഷനിലൂടെ ഇവിടെയാണ് ഒരു എയർപോർട്ട് എന്ന പ്രീതി തന്നെയാണ് കൊച്ചിൻ നാഷണൽ ക്രൂയിസ് ടെർമിനൽ. ആ ഓട് മേഞ്ഞ പോലത്തെ ഒരു സ്ഥലമാണ് ആ കാണുന്നത്. അപ്പൊ ഇതാണ് ഒരു മനുഷ്യൻ നിർമ്മിച്ചിരുന്നത് ഒരു അത്ഭുത ദ്വീപ്. അന്ന് കൊച്ചി ഭരിച്ചിരുന്ന വീരകേരളവർമ്മ രാജാവിനോട് റോബർട്ട് ബ്രിസ്റ്റോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു അയൺ ബ്രിഡ്ജ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞപ്പോ വീരകേരളവർമ്മ പറഞ്ഞു വേണ്ട. എന്താ കാരണം എന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇരുമ്പിന്റെ പാലം ഉണ്ടാക്കിയ സ്വാഭാവികമായിട്ടും വെള്ളത്തിൽ മുട്ടിയാൽ അത് തുരുമ്പൂടിക്കുന്ന കാരണത്താൽ. പക്ഷെ അദ്ദേഹം കാസ്റ്റൺ അയനോടെ കൊണ്ടുവന്ന് വില്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് തോപ്പുംപടിയിലേക്ക് ഒരു ഇരുമ്പ് പാലം നിർമ്മിച്ചു. അതിന്റെ പാലം പകുതിയായപ്പോൾ വീരകേരളവർമ്മ റോബർട്ട് ബ്രിസ്റ്റോനോട് ചോദിച്ചു, നിങ്ങൾ ഒരു കപ്പൽ ക്രോസ് ചെയ്ത് പോകുന്ന സമയത്ത് പാലം പൊളിച്ചിട്ട് 2ാമത് പണിയോ എന്ന് ചോദിച്ച് അദ്ദേഹത്തെ കളിയാക്കി. റോബർട്ട് ബ്രിസ്റ്റോ പറഞ്ഞു, അങ്ങ് ഒരു കപ്പലായിട്ട് വരിക ഉദ്ഘാടനത്തിന്, ഞാൻ അതിന്റെ അങ്ങേ അപ്പുറം കടത്തിത്തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം കപ്പലായിട്ട് വരികയും അതിന്റെ പകുതി ഭാഗം, പാലത്തിന്റെ പകുതി ഭാഗം ഉയർന്ന മുകളിലോട്ട് പോവുകയും കപ്പൽ പോയതിനു ശേഷം പൂർവ്വസ്ഥിതിയിലാകുന്ന ഒരു അത്ഭുത പാലം, അമേരിക്ക പോലും അത്ഭുതം കൊണ്ട് ആ പാലം അദ്ദേഹം നിർമ്മിച്ചു കൊടുത്തു. അതിന്റെ ഉദ്ഘാടന ദിവസം 106 ആനകൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിന്ന് സംഘടിപ്പിച്ച അദ്ദേഹം റോബർട്ട് ബ്രിസ്റ്റോ 14 തവണ അതിന്റെ മുകളിലൂടെ നടത്തിച്ചു. എന്തിനാണെന്ന് വെച്ചപ്പോൾ എന്റെ ബലക്ഷയം പരീക്ഷിക്കാൻ. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു കുഞ്ഞു ബോട്ടുണ്ടായിരുന്നു ദൊറോത്തി. അത് ബോട്ടിൽ അദ്ദേഹം ഒരു 3 മാസക്കാലം ഈ പാലത്തിന്റെ അടിയിൽ കിടക്കുമായിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചപ്പോ ഇത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണാല് ഞാനാണ് ആദ്യം മരിക്കേണ്ടതെന്ന് പറഞ്ഞ മിടുക്കനായിട്ടുള്ള എഞ്ചിനീയർ ആയിരുന്നു. നമ്മുടെ കേരളത്തിൽ ആരെങ്കിലും ആണത് പണിതിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ മുകളിലോട്ട് പോകായിരുന്നു. അദ്ദേഹം ഇപ്പോഴും അവിടെ സുന്ദരമായിട്ടുള്ള ആ പാലം നമ്മുടെ കൊച്ചിയിൽ തലയുയർത്തി നിൽക്കുന്നത്. കൊച്ചിയിൽ ആദ്യമായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാരനായിട്ടുള്ള കൊച്ചിയുടെ ഇബ്രാഹിം മൂസാസ് ഇട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു തിയേറ്റർ ഉണ്ടാക്കി തരണം. അദ്ദേഹം അതിനുവേണ്ടി ഡാം നിർമ്മിക്കുന്ന ചുണ്ണാമ്പുകല്ല്, കാൽഷ്യം ഓക്സലേറ്റ് ഇതൊക്കെ കൊണ്ട് തോപ്പുംപടിയിൽ പട്ടേൽ തിയേറ്റർ എന്നും പറഞ്ഞ് ഒരു തിയേറ്റർ ഉണ്ടാക്കി കൊടുത്തു. കേരളത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം ട്യൂബ് ലൈറ്റ് പ്രകാശിപ്പിച്ചു അതിൽ. അത് കാണാൻ വേണ്ടി വടക്കേ ബലവാറിൽ നിന്ന് തെക്കേ ബലവാറിൽ 100 കണക്കിന് ആൾക്കാരാണ് ആ ട്യൂബിൽ. അതിനെ നാട്ടുകാർ വിളിച്ചിരുന്നത് വാഴപ്പിണ്ടി ലൈറ്റ് എന്നായിരുന്നു. അങ്ങനെ അത്രയും ഒരുപാട് വികസനങ്ങളൊക്കെ കൊണ്ടുവരുന്ന സർ റോബർട്ട് ബ്രിസ്റ്റോ എന്ന് പറയുന്ന മിടുക്കനായിട്ടുള്ള എഞ്ചിനീയർ. ഇനിയുള്ളത് ഇന്ത്യയിലെ പ്രസിദ്ധമായിട്ടുള്ള 3 സിമെന്റ് കമ്പനി ലൊക്കേറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. സുവാരി സിമെന്റ് കമ്പനി, അൾട്രാടെക് സിമെന്റ്, പെന്ന സിമെന്റ് കമ്പനി. അന്ന് റോബർട്ട് ബ്രിസ്റ്റോ യൂസ് ചെയ്തിരുന്ന ഒരു കുഞ്ഞു ബോട്ട് ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കരയിൽ. അതിന്റെ പേര് ദൊറോത്തി എന്നാണ്. എന്താണ് ആ ബോട്ടിന്റെ പ്രത്യേകത? 1924 മുതൽ 36 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒഫീഷ്യൽ ബോട്ട് ആണെങ്കിലും തന്നെ ഇന്ത്യയിലെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള 3 പ്രൈം മിനിസ്റ്റർമാരാണ് ആ കുഞ്ഞു ബോട്ടിൽ വേമ്പനാട്ട് കായലിലൂടെ സഞ്ചാരം നടത്തിയത്. ആരൊക്കെയാണത്? ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, പിന്നെ നമ്മുടെ പാവങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്ന മദർ തെരേസ. കഴിഞ്ഞ ആഴ്ച ഒരു ചേച്ചി പറയുകയാണ് പാവങ്ങളുടെ അമ്മ കവിയൂർ പൊന്നമ്മ. അപ്പൊ അത് നിങ്ങളൊക്കെ എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്ന ഒന്ന് ചിരിക്ക്. ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന ജോലിയാണ് എല്ലാവർക്കും. എങ്കിൽ തന്നെ നിങ്ങൾ ഈ 2 മണിക്കൂർ നിങ്ങൾ എല്ലാ സഹോദരങ്ങളും കൂടെ നമ്മുടെ സാഗർ റാണിയിൽ വരുമ്പോൾ ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടാ. ഭയങ്കര ബലം പിടുത്തം അല്ലേ, ഒന്ന് റിലാക്സ് ചെയ്യാം കേട്ടാ. അപ്പൊ നമുക്ക് ഏതായാലും ആ റോബർട്ട് ബ്രിസ്റ്റോന്റെ കുഞ്ഞു ബോട്ട് അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പച്ച ഹാസ്പെറ്റോസിന്റെ താഴെ ഒരു ചെറിയൊരു ബോട്ട്. ഇന്ത്യയിലെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള 3 പ്രൈം മിനിസ്റ്റർമാരും മദർ തെരേസയും കൂടെ സഞ്ചരിച്ച കുഞ്ഞു ബോട്ടാണ്. ഒരു പാർക്കിന്റെ ഉള്ളിൽ ഒരു പച്ച ഹാസ്പെറ്റോസിന്റെ താഴെ അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി അതിന്റെ അപ്പുറത്ത് കാണുന്ന ഒരു സിലിണ്ടർ മോഡൽ ബിൽഡിംഗ് ആണ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു താജ് മലബാർ ഹോട്ടൽ. വിദേശ രാജ്യത്തെ പ്രതിനിധികള്, ഇന്ത്യൻ പ്രസിഡന്റ് ഒക്കെ വരുമ്പോൾ താമസിച്ചിരുന്ന ഒരു വലിയ ഹോട്ടലായിരുന്നു താജ് മലബാർ ഹോട്ടൽ ഒരു കാലത്ത്. പക്ഷെ ഇന്നത് കൊച്ചിൻ ബോട്ടിന്റെ വാച്ചിങ് ടവറാണ്. പ്രിയമുള്ളവർ, നമുക്ക് ഷിനോജ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള പ്രൊഫഷണൽ സിംഗർ ഇവിടെയുണ്ട്.
അദ്ദേഹം പെരുമ്പാവൂർ സ്വദേശിയാണ്. വൈവിധ്യമാർന്ന പാട്ടുകൾ പാടുന്നത് കൊണ്ട് എപ്പോഴും ടെലിവിഷൻ മാധ്യമങ്ങളിലെ സുപരിചിതന ആൾക്കാരാണ് അദ്ദേഹം. അദ്ദേഹത്തിന് മനോഹരമായിട്ടുള്ള ഒരു പാട്ട് കേട്ട് നമുക്ക് പോകാം. താങ്ക് യു വെരി മച്ച്.